മോർണിംഗ് എവരിബഡി. നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ആ ചാപ്റ്റർ പേര് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നാണ്. ഈ നീളമുള്ള പേരുകൾ പേടിക്കൊന്നും വേണ്ട, അതിനൊരു ചെറിയ അർത്ഥമേ ഉള്ളൂ. അർത്ഥം ആദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ അർത്ഥം അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതാണ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രങ്ങൾ എന്നാണ്. തന്ത്രം, മെത്തേഡ്സ്. ഒരുപാട് മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ എന്താണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്? നമുക്ക് ഒരുപാട് തന്ത്രങ്ങളുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഹാൻസ്മെന്റ്. എൻഹാൻസ് എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുക. ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷണോത്പാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങൾ നമുക്കുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് ഈ ഭക്ഷണോത്പാദനം വർദ്ധിപ്പിക്കുന്നത്? ഭക്ഷണം വർദ്ധിപ്പിക്കേണ്ട ആവശ്യതയുണ്ട്, കാരണം ജനസംഖ്യ വർദ്ധിക്കുകയാണ്. സോ ദ റീസൺ ഫോർ ദിസ് ചാപ്റ്റർ ഈസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ജനസംഖ്യ വിസ്ഫോടനം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്താ സംഭവം? നിങ്ങൾക്കറിയാം, മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായ ഏകദേശം 2000 കോടി മുതൽ 4000 കോടി വർഷമായി മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിച്ചിട്ട് എവല്യൂഷൻ തിയറി പഠിച്ചു കഴിഞ്ഞാൽ 2000 കോടിക്ക് 4000 കോടിക്ക് ഇടയിലാണ് മനുഷ്യൻ ഉണ്ടായത് ഭൂമിയിൽ. അപ്പൊ ഭൂമിയിൽ ആദ്യ ജീവൻ ഉണ്ടായതിനു ശേഷം ഇന്ന് വരെയുള്ള സമയത്ത് നമ്മൾ ഒരു പൈ ഡയഗ്രമായിട്ട് എടുത്താൽ, 24 മണിക്കൂറുള്ള ഒരു പൈ ഡയഗ്രമായിട്ട് എടുത്താൽ, ഭൂമി ഉണ്ടായതിനു ശേഷം ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ 24 മണിക്കൂറുള്ള പൈ ഡയഗ്രം എടുത്താൽ മനുഷ്യൻ ഉണ്ടായത് 23 മണിക്കൂർ ഏകദേശം 59 മിനിറ്റ് കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ എന്തുമാത്രം മനുഷ്യ ഏറ്റവും അവസാനം ഉണ്ടായിട്ട് മറ്റു ജന്തുക്കളെല്ലാം ഉണ്ട്. ഭൂമിയുടെ ആവിർഭാവത്തിന് ശേഷമുള്ള മനുഷ്യന്റെ ആവിർഭാവം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലഘട്ടം. അത് തന്നെ 4 കോടി വർഷമായി. ഈ 4 കോടി വർഷം കൊണ്ട് ഭൂമിയിൽ ജനസംഖ്യ വർദ്ധിച്ച് ഇന്ന് എത്ര കോടിയാണ്? ഇന്ന് ഏകദേശം 780 കോടി മനുഷ്യ ഭൂമി അല്ലെ. ഏകദേശം എന്താ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 780 കോടിയാണ്. 780 കോടി ജനങ്ങൾ ഭൂമിയിൽ. അതിങ്ങനെ പണ്ട് വരെ ഉണ്ടായി വന്നതല്ലേ. 4000 കോടി വർഷമൊക്കെ എടുത്ത് 4 മില്യൺ വർഷം എടുത്തൊക്കെ വന്നതല്ലേ. ആവശ്യമില്ല. നിങ്ങളൊന്ന് ഓർക്കണം, ഈ വർധന മുഴുവൻ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് 1961 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യം, ഭൂമിയിലുള്ള 360 കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്റെ പാത ഞാൻ അവിടെ വന്ന്. ഭൂമിയിലെ ജനസംഖ്യ എത്രയാണ്? 360 കോടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1961 360 കോടിയാണ്. 2020 എത്തുമ്പോഴേക്കും അതായത് ഏകദേശം ഒരു എത്ര കാലഘട്ടം, ഒരു 60 വർഷം കൊണ്ട് 360 എത്രയായി? 780. അപ്പം ഈ 4000 കോടി വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഉണ്ടായിട്ട് 1961 വരെ 360 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു. പക്ഷെ നിശ്ചിതമായ 60 വർഷം കൊണ്ട് 360 3 ഇരട്ടി, 360 ഇരട്ടിയായി അല്ലെ. 680 കറക്റ്റ് 70 ഇരട്ടിയായി. അപ്പൊ ജനസംഖ്യ എവിടെയാണ് വർദ്ധിച്ചത്? കഴിഞ്ഞ 4000 കോടി വർഷങ്ങളാണോ? ഈ കഴിഞ്ഞ 60 വർഷത്തിലാണ്. കഴിഞ്ഞ 60 വർഷത്തിലാണ്. എന്ന് വെച്ചാൽ 20-ാം നൂറ്റാണ്ട് 1901 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് ജനസംഖ്യയുടെ ഭീകരമായ വിസ്ഫോടനം ഉണ്ടാകുന്നത്. എന്താ കാരണം? ഡ്യൂ ടു ദ സർവൈലൻസ്, ഇൻക്രീസ് ഇൻ ദ സർവൈലൻസ് ചാൻസ്. നിലനിൽക്കാനുള്ള അവസരം കൂടി. പണ്ടേക്കാളും കുറച്ച് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്നതിന്റെ ഒരു വലിയ ശതമാനം മരിച്ചു പോകാൻ. രോഗങ്ങൾ, ഭക്ഷണത്തിന്റെ ദൗർലഭ്യം, ജീവിത സാഹചര്യങ്ങളുടെ കുറവുകൾ. രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ പട്ടം കുടുംബങ്ങളിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. കാരണം എല്ലാം രക്ഷപ്പെടാൻ അവർക്കൊക്കെ അറിയാം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആരോഗ്യരംഗത്ത് ഒരുപാട് പുരോഗതി നേടി. ഭക്ഷണ ലഭ്യത ധാരാളം ഉണ്ടായി. ഇതനുസരിച്ച് ജീവജാലങ്ങളുടെ സർവൈവൽ ചാൻസ് കൂടി. മനുഷ്യന്റെ സർവൈവൽ ചാൻസ് കൂടി. രോഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്, അതിന് മരുന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട്, ചികിത്സിക്കാൻ കഴിയുന്നുണ്ട്, രോഗം ഭേദമാക്കാൻ കഴിയുന്നുണ്ട്. മാനവരാശിയുടെ ആയുസ്സും കൂടി. അതാണ് കാര്യം. 1901 ഉള്ള പിന്നീട് ട്രാവൽ കൂടി സർവേ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരാശരി ആയുസ് 25-30 വർഷമായിരുന്നു. 30 വർഷമാണെങ്കിൽ അവർ ചത്തു. ഷുഗറിന്റെ അസുഖങ്ങളോ പ്രഷറൊക്കെ കൂടി. എന്താണ് പോലും അസുഖങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ മരിച്ചു. പക്ഷേ നിങ്ങൾ ട്രാവൽ ഗുഡ് സെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിലെ കഴിച്ചൊക്കെ കിട്ടും. 1901 നടന്ന സെൻസസ് ആണ്. അതിനുശേഷം അന്നുള്ള രാജാക്കന്മാർ പോലും 40 വർഷത്തിനപ്പുറം ജീവിച്ചിട്ടില്ല. രാജാക്കന്മാർ ചിന്തിക്കണം, എല്ലാ സൗകര്യങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ അവര് പോലും. ഇന്ന് മനുഷ്യന്റെ ശരാശരി ആയുസ് പുരുഷന്മാർക്ക് 71-74 അത് കൂടിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ആരോഗ്യ സംരക്ഷണ മേഖലകളില്ലേ
ഭക്ഷണത്തിന്റെ ലഭ്യത. എങ്ങനെയാണ് ഉണ്ടായത്? നിങ്ങൾക്കറിയാം, 1960 കാലങ്ങളിൽ പട്ടിണിയായിരുന്നു ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ പോലും. ബംഗ്ലാദേശിൽ 1940 10 ലക്ഷം പേരാണ് പട്ടിണി കൊണ്ട് മരിച്ചത്. 1960 കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഭയങ്കര പട്ടിണിയായിരുന്നു. അക്കാലഘട്ടത്തിലാണ് ആൾക്കാർക്ക് റേഷൻ സമ്പ്രദായം വഴി ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കിയെടുത്തത്. ആൾക്കാർ ചത്തുപോകും എന്ന് കരുതി കിടന്ന കാലഘട്ടത്തിൽ ആൾക്കാർക്ക് റേഷൻ സമ്പ്രദായം വഴി അരി കൊടുത്തു. നക്സൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, നക്സൽ ബാരികൾ എന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് ഒരു വിഭാഗം തീവ്രവാദികളായിരുന്നു. അവർ ജന്മികളുടെ വീട്ടിൽ കയറിയിട്ട് പണവും സ്വർണമൊന്നും അല്ല മോഷ്ടിച്ചത്, പിന്നെയും ധാന്യങ്ങളായിരുന്നു. കാരണം എന്താ, ജന്മികൾ അവരുടെ ധാന്യപ്പുരകൾ നിറച്ചു വെക്കുകയും സാധനങ്ങൾ കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ അവരെ അവരുടെ വീട്ടിൽ കയറിയിട്ട് ധാന്യങ്ങൾ മോഷ്ടിച്ചു പോകുമായിരുന്നു. അങ്ങനെ മോഷണം വെറും ഭക്ഷണത്തിന് വേണ്ടിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ജീവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊരു പഴയകാല സിനിമകളൊക്കെ ടി വിയിൽ വരും. 1960 ഇറങ്ങിയ സിനിമകൾ, ജീവിതനവ എന്ന സിനിമയൊക്കെ ചുമ്മാ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. ആ സിനിമയിൽ നിങ്ങൾ കാണണം, ആൾക്കാർ നായകനും നായികൻ നടന്നു പോകുമ്പോഴും റോഡിലൂടെ പോകുമ്പോഴും ആൾക്കൂട്ടം കാണുമ്പോഴും ഓരോ മനുഷ്യനും ജീവിക്കുക. എല്ലാവരും എല്ലും തോലുമായിട്ടാണ് ജീവിക്കുന്നത്. ഇന്നത്തെ പോലെയുള്ള മണ്ണുള്ള ആൾക്കാരും കാണാനില്ല. കാരണം ഭക്ഷണമില്ല, ജീവൻ കിടന്നാൽ അത്ര തന്നെ. ഇന്ന് നിങ്ങളൊക്കെ 3 നേരം ഭക്ഷണം 4 നേരം ഭക്ഷണം കഴിക്കുന്നില്ലേ? അന്നൊക്കെ ഒരു നേരം കഴിക്കാനുള്ള ആൾക്കാർ വളരെ വിളവായിരുന്നു. ഒരു നേരം കഴിക്കാനേ പരമാവധി കഴിയുള്ളൂ. അത് ഇന്നത്തെ പോലെ ഭക്ഷണമായിരുന്നില്ല. മരിച്ചേരി, അതൊക്കെയാണ് പ്രധാന ഭക്ഷണം. നിങ്ങളെ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം എന്തൊക്കെയാണ് അന്ന് കഴിച്ചിരുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങളാണ് കഴിച്ചിരുന്നത്. അന്ന് പ്രധാനമായിട്ട് ഒരു പ്രധാന ഭക്ഷണം മരിച്ചീനിയായിരുന്നു. മരിച്ചീനി ഉള്ള സമയത്ത് അത്. പിന്നെ നിങ്ങൾ പുളിങ്കുരി ചുട്ട് തിന്നുക, ചിന്തിക്കാനൊക്കും. അണിക്ക ചുട്ട് തിന്നുക, ചിന്തിക്കാനൊക്കും. ഒതളങ്ങ എന്ന് പറഞ്ഞൊരു വിഷക്കായുണ്ട്, അത് വെള്ളത്തിൽ കൊണ്ടിട്ട് അതിന്റെ കയ്പ് കളഞ്ഞ് തിന്നുക, ചിന്തിക്കാനൊക്കും. നിങ്ങൾക്ക് ചക്കക്കുരു തിന്നുക, ചക്ക അതിന്റെ മുള്ളു മാത്രം മതി, ബാക്കിയെല്ലാം വെട്ടിവാരി തിന്നുക. ഈവൻ മാങ്ങയുടെ ഞട്ടുണ്ടല്ലോ, അത് കളക്കിയിട്ട് ഉണക്കി തല്ലിപ്പൊട്ടി പരിപ്പെടുത്ത് വെള്ളത്തിൽ തൂത്ത് അരച്ച് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ചിന്തിക്കാനും പോകും. എന്നുള്ള ആൾക്കാർ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് കഴിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ജനസംഖ്യ കൂടിയപ്പോഴും ഭൂമിയിൽ ഭക്ഷണത്തിന്റെ സുഭിക്ഷത എത്തിയെന്നുകൊണ്ട് അറിയാമോ? ഭക്ഷണ കൃഷി മേഖലയിൽ, കാർഷിക മേഖലയിൽ ചില നൂതന പദ്ധതികൾ കൊണ്ടുവന്നു. അതൊരു വിപ്ലവമായി മാറിയിട്ടുണ്ടാകും. എന്റെ പേര് ഹരിത വിപ്ലവം അല്ലെ, അഥവാ ഗ്രീൻ റവല്യൂഷൻ. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചില മെത്തേഡുകൾ കൊണ്ടുവന്നിട്ടാണ് ഇന്ന് നമ്മൾ ഭക്ഷ്യസുരക്ഷിതത്വം ഏർപ്പെടുന്നത്. നിങ്ങൾ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് സാധനം കിട്ടും അല്ലേ? പക്ഷെ ഒരു 10-30 വർഷം മുമ്പ് നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ കടയിൽ നിന്നില്ല, സാധനമില്ല. അങ്ങനെയല്ലോ ഇത് നമ്മള് നമുക്ക് ആവശ്യമുള്ളതിന്റെ 10 മടങ്ങ്, എത്രയോ മടങ്ങ് ഭക്ഷണമാണ് കരുതി വെച്ചതെന്നറിയാം. വളരെ ആവശ്യം വന്നതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രത്തോളം കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് കഴിഞ്ഞ എന്തുകൊണ്ടാണ്? നൂതനമായ കൃഷി സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തിയതുകൊണ്ടാണ്. ഒരു കാര്യം മാത്രം പറയാം, പണ്ട് എല്ലാ വീടുകളിലും പശുക്കളുണ്ടായിരുന്നു അല്ലെ? എല്ലാ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കൃഷിസ്ഥലം ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് പശുക്കളും ഉണ്ട്, കൃഷിസ്ഥലങ്ങളുണ്ടെങ്കിലും ഭക്ഷണം വളരെ കുറവായിരുന്നു. ഇന്നും പശുവിന്റെ എണ്ണം കുറഞ്ഞു, കൃഷിസ്ഥലത്തിന്റെ അളവും കുറഞ്ഞു, പക്ഷെ ഭക്ഷണം വളരെ കൂടുതലാണ്. എന്താ കാര്യം പറയാം? കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഭക്ഷണം ഉണ്ടാകുന്ന നൂതന സമ്പ്രദായങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അതൊക്കെ എന്താണ് ഗ്രീൻ റവല്യൂഷന്റെ നേട്ടങ്ങളാണ്. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ്? 135 കോടിയാണ്. 1984 ശരിക്കും 70 കോടി ജനങ്ങൾ, 60 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു. 1974 1975 ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, 60 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു 1975. ആ 75 നിന്നും ഇന്ന് 20, അതായത് കേവലം 40 വർഷമായതേ ഉള്ളൂ. 25 മുതൽ ഇന്ന് 20 വരെയുള്ള 45 വർഷം കൊണ്ട് ജനസംഖ്യ എത്രയാണ്? 135 കോടിയായി. അതായത് 60 കോടിയുടെ ഇരട്ടിയിൽ കൂടുതൽ അല്ലേ? എത്ര വർഷം കൊണ്ടാണ്? കേവലം 45 വർഷം കൊണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചത്? ഒരുപാട് പേര് ജനിക്കുന്നത് കൊണ്ടല്ല, ജനിക്കുന്നവരെല്ലാം ജീവിക്കുന്നത് കൊണ്ടാണ്. പണ്ട് ഒരുപാട് പേര് ജനിക്കുമായിരുന്നു, പക്ഷെ പലരും മരിച്ചു പോകുമായിരുന്നു. അതിന് പ്രധാന കാരണം പട്ടിണി തന്നെയായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഭക്ഷണം വേണം, കാരണം ജനസംഖ്യ വർദ്ധിക്കുകയാണ് അല്ലെ? പട്ടിണി കിടന്നു പോകും എന്നുള്ളത് കൊണ്ട് കുട്ടികൾ ജനിക്കേണ്ടതെന്ന് ആൾക്കാർ തീരുമാനിക്കുന്നില്ല. എല്ലാവരും കുട്ടികൾ വേണം, ജനസംഖ്യ വർദ്ധിക്കുക തന്നെ ചെയ്യും. ആരോഗ്യപരമായ പുരോഗതിയിലല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? കൂടുതൽ ഭക്ഷണം ഉത്പാദിപ്പിക്കണം. ഇതിന്റെ മെത്തേഡിനെ കുറിച്ചാണ് നമുക്ക് ചാപ്റ്റർ പഠിക്കുക. Why this chapter? Why the strategy for the enhancement of production? Because population is increasing. We have to produce more food as the increasing number of population. അപ്പോൾ അതിനെക്കുറിച്ച് ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഇന്നത്തെ ലോക ജനസംഖ്യ 780 കോടിയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 135 കോടിയാണ്. ഏകദേശം 1961 ലോക ജനസംഖ്യ 100 കോടിയായിരുന്നു. അതുപോലെ 1975 ഇന്ത്യൻ ജനസംഖ്യ 60 കോടിയായിരുന്നു. എല്ലാം ഇരട്ടിക്കുകയാണ് കുറഞ്ഞ ഒരു 50 വർഷം കൊണ്ടാണ്. അപ്പോൾ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ കൂടുതൽ ഭക്ഷണം ഉണ്ടാകണം. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന മെത്തേഡുകൾ ലോകത്ത് നടപ്പാക്കി അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ധാരാളമായിട്ട് ഭക്ഷണം നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നിങ്ങളും
ഇന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. ഈ ഗ്രീൻ റവല്യൂഷൻ പോലുള്ള പദ്ധതികൾ ലോകം നടപ്പാക്കിയതിന്റെ ബാക്കി മാത്രമാണ് നിങ്ങൾ. പക്ഷേ ഇങ്ങനെ പദ്ധതി ലോകം നടപ്പാക്കിയിരുന്നെങ്കിൽ നമ്മളാരും ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഞാനൊക്കെ ഒരു പക്ഷേ പട്ടിണി ചത്തുമായിരുന്നു, നിങ്ങളൊന്നും ജനിക്കാൻ പോലും സാധ്യതയില്ലായിരുന്നു. നോക്കും, നിങ്ങൾ അപ്പൂപ്പൻ തന്നെ പട്ടിണി ചത്തുപോയിരുന്നെങ്കിൽ നോക്കും. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ മാറ്റങ്ങൾ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റിയാണ് ചിന്തിക്കാം. ഇനി അപ്പൊ ജനസംഖ്യ വർദ്ധിക്കുന്നു. അപ്പൊ നമ്മൾ പുതിയ പുതിയ മെത്തേഡുകൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഭക്ഷണമായി നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിൽ വർധന വരുത്തേണ്ടതെന്നോ പുതിയമായിട്ടാണ് ഒരു ഐഡിയ ഇടാൻ വേണ്ടി പറഞ്ഞുള്ള ഒരു പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. പോപ്പുലേഷൻ ഇസ് ഇൻക്രീസിംഗ്, സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് മോർ ഫുഡ് ഫോർ ദ സർവൈവൽ. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു മെത്തേഡാണ് ഗ്രീൻ റവല്യൂഷൻ. അതിനെക്കുറിച്ച് പറയാം. നമുക്ക് ഭക്ഷണമായി തീരുന്നത് എന്തൊക്കെയാണ്? ഭക്ഷണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. ഭക്ഷണം തീരാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ മണ്ണ് നെല്ലാണ് വർദ്ധിപ്പിക്കുന്നത്. നമുക്ക് അനിമൽസിനെ വർദ്ധിപ്പിക്കണം. കാരണം നമ്മുടെ ഫുഡിൽ അനിമൽസ് വരും, പ്ലാന്റ്സിലും വർദ്ധിപ്പിക്കണം അല്ലെ? നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗം പ്ലാന്റ് ആണ്. പ്ലാന്റ് ആയിരിക്കും അനിമലായിരിക്കും അല്ലെ? അനിമലിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്. അനിമൽ ബ്രീഡിംഗ് പ്രോസസ്. അനിമൽ ബ്രീഡിംഗ്. പ്ലാന്റിൽ വർധന ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്റ്റീവായിട്ട് ചില ബ്രീഡിംഗ് നടത്തിയിട്ടാണ് പ്ലാന്റ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടല്ലോ ലാസ്റ്റ് പറഞ്ഞത്. 2 ഡിസേബിൾ ക്യാരക്ടർ ഉള്ളതിനെ വിളിച്ചുകൊണ്ടിരാം. അപ്പൊ അതിനുവേണ്ടി എന്താ പ്ലാന്റുകൾ തമ്മിൽ ബ്രീഡ് ചെയ്യാം. ഗുണമുള്ള 2 സ്വഭാവങ്ങൾ ഒരു ജന്തുവിലേക്ക് കൊണ്ടുവരാം. അതിനുവേണ്ടി അനിമലിനെ ബ്രീഡ് ചെയ്യാം അല്ലെ? അപ്പോൾ അനിമൽ ബ്രീഡിങ്ങും പ്ലാന്റ് ബ്രീഡിങ്ങുമാണ് പ്രധാനമായിട്ടും ഭക്ഷണ വർദ്ധനവിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടത്. അനിമൽ ബ്രീഡിങ്ങും പ്ലാന്റ് ബ്രീഡിങ്ങും ചെയ്യാതെ അവർ തന്നെ നാച്ചുറലായിട്ട് വർത്തിയെന്ന് ശരിക്കും നടക്കത്തില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവം ജന്തുക്കൾ ഒരു സ്ഥലത്തായിരിക്കണമെന്നില്ല, പലയിടത്തായിരിക്കും. അവൻ നാച്ചുറലായിട്ട് വന്ന് ചേരട്ടെ എന്ന് വിചാരിച്ചാൽ കാലങ്ങളെടുക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചെന്ന് അവയെ കൊണ്ടുവന്ന് പരസ്പരം ക്രോസ് പോളിനേഷൻ നടത്തിയിട്ടോ അല്ലെങ്കിൽ പരസ്പരം ഇണചേർത്തോ ഒക്കെ പുതിയ നല്ല സ്വഭാവങ്ങൾ ജന്തുക്കൾ ഉണ്ടാക്കിയിരുന്ന മെത്തേഡുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ അനിമൽ ബ്രീഡിങ്ങും പ്ലാന്റ് ബ്രീഡിങ്ങും. ഓക്കെ, ഇനി എന്തിനാണ് ഇത് രണ്ടും ചെയ്യുന്നത്? ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. ചോദിക്കാം, വാട്ട് ആർ ദ 2 important methods you have to adopt to increase food production? 2 methods, one animal breeding and plant breeding. അത് നമ്മൾ പഠിക്കും അല്ലെ? ഇനി മറ്റു പോയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഴഞ്ചൻ മെത്തേഡുകൾ നോക്കിയിട്ട് നോക്കത്തില്ല. ഇപ്പോ ഒരു എക്സാമ്പിൾ തരാം. നിങ്ങളുടെ വീട്ടിലൊക്കെ നാടൻ പശുക്കളുണ്ട്. ഇപ്പൊ കാണുന്നില്ല, പണ്ട് അങ്ങനെയാണ്. നാടൻ പശുക്കൾ എന്ന് പറയും. അതിനൊരു ചില വെച്ചൂർ പശു എന്ന് കേട്ടിട്ടുണ്ടാകുന്നത് ഇപ്പോഴും ഉണ്ട്. നാടൻ പശു, വെച്ചൂർ പശു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പശുവിനെ പുലക ചിപ്പൊക്കെ പോലെ പശുവിനെ പുലക വളർത്താനൊക്കെ നല്ല ചെലവാണ്. അതിന് പാലെത്ര കിട്ടും? വളരെ കുറച്ച് പാല്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 202 ലിറ്റർ എന്ന് വെച്ചാൽ 202 ലിറ്റർ അല്ലേ? അതേസമയം വിദേശ രാജ്യങ്ങളുള്ള സ്വിറ്റ്സർലൻഡിലോ മെക്സിക്കോയിലോ 35 ലിറ്റർ വരെ പാല് കിട്ടുന്ന പശുക്കളെ അതിനിവിടെ കൊണ്ട് വളർത്താനും പറ്റില്ല. കാര്യം ഇവിടുത്തെ കാലാവസ്ഥക്ക് യോജിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവിടുത്തെ പശുക്കളുടെ ഇനത്തിൽപ്പെട്ട കാളകളെ ബീജം കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ നാടൻ പശുക്കളിൽ കുത്തിവെച്ചിട്ട് സങ്കര ഇനത്തെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നേട്ടം എന്താ? ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ച് വളരുകയും ചെയ്യും, അവിടെയുള്ള ഉത്പാദന ശേഷി നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലെ? ഇത് ആര് ചെയ്തതാണ്? മനുഷ്യൻ. ഇത് നാച്ചുറലായിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഏതെങ്കിലും കാലത്ത് ഇവിടെയുള്ള പശു മെക്സിക്കോയിൽ പോകും, അവിടെയുള്ള കാള കേരളത്തിൽ ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ഇടപെട്ട് ചെയ്തല്ലേ ഒക്കത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് we have to do this to increase the food production. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് സയന്റിഫിക് മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ കിട്ടത്തില്ല. കാര്യം എന്താ? ഇപ്പൊ മെക്സിക്കോയിൽ പോയി കാളയുടെ ബീജം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ നശിച്ചത്തില്ലേ? മെക്സിക്കോ വിമാനത്തിൽ പോലും ഇവിടെ 24 മണിക്കൂർ നിർത്താനൊക്കത്തില്ല. അപ്പൊ പിന്നെ അത് ഒരു സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് അതിനെ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരാം. പഠിച്ചിട്ടുണ്ടല്ലോ പോളൻ ബാങ്ക്, അതുപോലെ തന്നെയാണ് സെമന്റ് ബാങ്ക്. അത് ശാസ്ത്രീയ മെത്തേഡല്ലേ? അതുപോലെ പശുവിനെ കൊണ്ടുവന്ന് സ്പേംസ് അതിന്റെ യൂട്രസിലേക്ക് ഇഞ്ചക്ട് ചെയ്യണം. ശാസ്ത്രീയ മെത്തേഡല്ലേ? So we have to adopt more scientific method to increase the food production. കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ടല്ലോ. So we have to adopt new techniques such as ഒന്ന് embryo transfer technology ഒരു മെത്തേഡാണ് പഠിക്കുന്നത്. ഈ സയന്റിഫിക് മെത്തേഡ് ഒന്നാണ് എന്താണ്? embryo transfer technology. embryo transfer technology നമ്മൾ പിന്നെ പഠിക്കും. ഒന്നുമല്ല, എംബ്രിയോസ് അങ്ങോട്ടും കൊണ്ടുവന്നു ഓർത്തു നോക്കും. ഇപ്പൊ മനുഷ്യന്റെ കാര്യം തന്നെ എംബ്രിയോ ഉണ്ടാകുന്ന ഇവിടെ സ്ത്രീയുടെ യൂട്രസിനുള്ളിൽ അല്ലേ? അത് അവിടെ നിന്നെടുത്ത് വേറെ സ്ത്രീയുടെ യൂട്രസ് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു സയന്റിഫിക് മെത്തേഡ് വേണ്ടേ? അത് ടെക്നോളജി വേണം. പശുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പശുക്കളുണ്ടായ എംബ്രിയോ എടുത്തിട്ട് വേറെ പശുക്കളെ കൊടുക്കുക.
അപ്പൊ അതിനെ എടുക്കാൻ അറിയണം, എംബ്രിയോ കണ്ടെടുക്കാൻ അറിയണം, എംബ്രിയോ ആണ് തിരിച്ചറിയണം, അതിനെ എടുക്കണം, നശിക്കാതെ സൂക്ഷിക്കണം, അടുത്ത പശുവിന്റെ യൂട്രസ് വെച്ചു കൊടുക്കണം. ഇതൊക്കെ മനുഷ്യനെ കൊണ്ട് ഒപ്പുക. ശാസ്ത്രീയമായ മെത്തേഡുകൾ തന്നെ ഉണ്ട്, അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തു. മനസ്സിലായില്ലേ? ഇതാണ് മറ്റൊന്ന് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ എന്താ ടിഷ്യൂ കൾച്ചർ? നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു ചെടിയുടെ ഇലയിൽ നിന്ന് അതേ ചെടികൾ ധാരാളം ഉണ്ടാകും. ഒരു ചെടി ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സെല്ലിൽ നിന്ന് ഒരു ടിഷ്യൂവിൽ നിന്ന് നമുക്ക് അതേ ചെടികൾ ധാരാളമായി ഉണ്ടാകുന്ന മെത്തേഡ് വിളിക്കാണ് ടിഷ്യൂ കൾച്ചർ. ഇതൊക്കെ ശാസ്ത്രീയമായ മെത്തേഡല്ലേ. നിങ്ങളിപ്പോ ഒരു ചെടിയുടെ ഇല പറിച്ച് ഒരു കുപ്പിക്കകത്ത് അടച്ചു വെച്ചാൽ ചെടിയാവുമോ? ഇല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ചെടിയുടെ ഒരു ഇലയോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്ത് ഇറ്റ്സ് കാൾഡ് ടിഷ്യൂ. നമുക്ക് എക്സ്പ്ലാന്റ് എന്ന് വിളിക്കും. ഞാൻ പിന്നെ പഠിപ്പിക്കും പറയാം. ഇറ്റ്സ് കാൾഡ് എക്സ്പ്ലാന്റ്. അതിനെ കൊണ്ട് കൾച്ചർ മീഡിയത്തിനകത്തിട്ട് വളർത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം എ മാസ് ഓഫ് ടിഷ്യൂ. അതിന്റെ പേരാണ് കാലസ്. പിന്നെ പറയാം, ജസ്റ്റ് പറയാം. ഈ കാലസിനെ നമുക്ക് പുറത്തെടുത്തിട്ട് ഒരു 100-500 പീസായിട്ട് മുറിക്കാം. 500 കഷ്ണമാക്കി വെച്ചു. ഇത് ഒരു കഷ്ണത്തെ വിളിക്കുന്നതാണ് എംബ്രിയോയിഡ്. എംബ്രിയോയിഡ് എന്ന് വിളിക്കും. എംബ്രിയോയിഡ്. ഞാൻ വിശദമായിട്ട് പറയുന്നത്. ഇപ്പൊ എത്ര പീസായി? 50 പീസ്. എന്നിട്ട് ഓരോ 500 പീസ് ഓരോ കഷ്ണം കൊണ്ട് നമ്മൾ കൾച്ചർ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് റൂട്ടും അതിന് ഷൂട്ടും ഉണ്ടാക്കി എടുക്കാൻ കഴിയും. ഇപ്പൊ ഒരു പ്ലാന്റ് ആയില്ലേ? അപ്പൊ എത്ര പ്ലാന്റിനെ കിട്ടി? 500 പ്ലാന്റിനെ കിട്ടി. അല്ലെ? ഇത് ചെയ്യണമെങ്കിൽ എനിക്ക് 1 മാസം മതി ഒരു ലബോറട്ടറിക്കുള്ളിൽ. ഇത് നേട്ടം എന്തുവാ? നേട്ടം നിങ്ങൾക്ക് അത്ര കഷ്ടപ്പെട്ടായിരുന്നു സീഡ് കേട്ടാൽ പോയത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഞ്ചാബിൽ പോയിട്ട് തിരിച്ച് അവിടെ ചെന്ന് പ്രത്യേകം വാഴ വയ്ക്കും. സപ്പോസ് നിങ്ങൾ ആ വാഴ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നല്ല കർഷകച്ചൻ തേങ്ങകളാണെങ്കിൽ കന്ന് തൈ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ. അതുപോലെ ശരിയാണ്. അത് വലുതായി കൊലച്ചു. നല്ല കൊല. ആൾക്കാർ നമുക്ക് നല്ല പഴം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവരും എന്ത് പറയും? എനിക്കൊരു തൈ തന്നെ പറയാം. ഒരു വാഴയ്ക്ക് എത്ര തൈ ഉണ്ടാകും ഒരു വർഷം? 5 തൈ. അന്ന് 50 പേര് ഇങ്ങോട്ട് ചോദിക്കാന്ന് വെച്ചു. നിങ്ങൾക്ക് ഈ 5 തൈ നട്ട് അതിന്റെ 5 തൈ എടുത്ത് അങ്ങനെ അതിൽ കൊടുത്ത് എത്ര വർഷം പിടിക്കും? ഒരു 3-4 വർഷം പിടിക്കും. ഇനി പഞ്ചായത്തോട് എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചോളൂ. എത്ര കാലം പിടിക്കും? ഒരു 10 വർഷം പിടിക്കില്ലേ? പക്ഷെ ഇവിടെ നോക്കി സിമ്പിൾ. നിങ്ങൾ കൊണ്ടുവന്ന വാഴയുടെ ഒരു ഇലയുടെ അഗ്രഹം മുറിച്ചെടുക്കുന്നു. എക്സ്പ്ലാന്റ്. കൾച്ചർ മീഡിയ ടിഷ്യൂ കൾച്ചർ ലാബിലേക്ക് കൊണ്ടുപോകുന്നു. കൾച്ചർ മീഡിയത്തിട്ട് കാലസാക്കുന്നു. 500 ആയിട്ട് മുറിച്ചു. 500 ടിഷ്യൂ കൾച്ചർ മീഡിയത്തിനകത്ത് വളർത്തി എത്ര തൈ എടുക്കാം? 500 തൈ എടുക്കാം. എത്ര കാലം? 1 മാസം വരെ. വീണ്ടും റിപ്പീറ്റ് ചെയ്തൂടെ? ഇങ്ങനെ നമുക്കൊരു അപ്പൊ അത് ചെയ്യാനുള്ള സ്ഥലവും വേണ്ട. ഒരു മുറിക്കകത്ത് ബുക്ക് വെക്കുന്ന ഷെൽഫ് പോലെ ഒരു ഹോർലിക്സ് കുപ്പി വെക്കാനുള്ള സ്ഥലം മതി. നിങ്ങളാണ് ഹോർലിക്സ് പോലെ കുപ്പിക്കാതെ വെക്കുന്നത്. അതിന് പ്രത്യേക കുപ്പികളുണ്ട്. അപ്പൊ ഒരു മുറിക്കകത്ത് ഷെൽഫ് അടിച്ച് എത്ര ഹോർലിക്സ് കുപ്പി വെക്കാൻ? ഒരു 10,000 ഹോർലിക്സ് കുപ്പി വെച്ചു. ഒരേ സമയം നമുക്ക് എത്ര തൈ ഉണ്ടാക്കി എടുക്കാം? 10,000 തൈ ഉണ്ടാക്കി എടുക്കൂടെ? അപ്പൊ 1 മാസം കൊണ്ട് 10,000 തൈ ഉണ്ടാക്കി ഒരു പഞ്ചായത്ത് മുഴുവൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ കൃഷി. ഇതൊക്കെ നൂതനമായ ടെക്നിക്കല്ലേ? സോ ദീസ് ആർ ദ മോഡേൺ ടെക്നിക്സ് കാൾഡ് ടിഷ്യൂ കൾച്ചർ. സോ ഇത്ര നേരം എന്ത് പറഞ്ഞത്? സോ യു സ്റ്റഡിങ് എ ന്യൂ ചാപ്റ്റർ കാൾഡ് strategies for the enhancement of food production. Here we have to increase food production because population is increasing. അതിന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കണക്കൊക്കെ ഓർത്തിരുന്നാൽ മതി. 250 കോടി ജനമുണ്ട്. പണ്ട് ഒരു 50 വർഷം മുമ്പ് 300 കോടി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ ജനസംഖ്യ 135 ഒരു 40 വർഷം മുമ്പ് 60 കോടിയായിരുന്നു. ജനസംഖ്യ കൂടുതൽ വർദ്ധിച്ചു വരെ. കാരണം ഒന്നും പരീക്ഷകൾ വരുന്നുണ്ട്, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ. അതിനുവേണ്ടി നമ്മൾ പുതിയ പുതിയ സയന്റിഫിക് ടെക്നിക്കുകൾ അഡോപ്റ്റ് ചെയ്യണം. ഫുഡ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകെ 2 കാര്യം ചെയ്താൽ മതി. അനിമൽസ് ബ്രീഡിംഗ് നടത്തുന്നതല്ല ജന്തുക്കൾ ഉണ്ടാകുക, പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുന്നതല്ല ചെടികൾ ഉണ്ടാക്കുക, കൂടുതൽ വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള ചെടികളെ ഉണ്ടാക്കുക. അതെല്ലാം ഭക്ഷണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങൾ ഈ പശുക്കളെ ഇണചേർത്ത് അതിന്റെ ഗുണം നന്നാക്കുന്നത് അതിന്റെ ഭാവി നന്നാവട്ടെ എന്നോ ആ ജന്തുക്കൾ നശിക്കാതിരിക്കട്ടെ എന്ന് ചോദിച്ചതല്ല, നമുക്ക് ഞമ്ഞ്ഞ. സോ അതിനുവേണ്ടി ശാസ്ത്രീയമായ ചില മെത്തേഡ് അഡോപ്റ്റ് ചെയ്യണമെന്ന് ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ടെക്നോളജി നമ്മൾ വിശദമായിട്ട് പഠിക്കും. മറ്റൊന്ന് ടിഷ്യൂ കൾച്ചർ നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ മനസ്സിലാക്കാൻ കഴിയും സയന്റിഫിക് ആയിട്ട് നമുക്ക് എങ്ങനെ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാം. ഇതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൽ പഠിക്കുന്നത്. ഇനി അത് നമ്മൾ പഠിക്കുന്നത് ഇതാണ്. ഇത് വായിക്കാണ് 2 പേര് കുറിച്ച് വെച്ചാണ്. ആദ്യം ജന്തുക്കളിൽ എങ്ങനെ ഭക്ഷണം വർദ്ധിപ്പിക്കാം. അബൌട്ട് ഹൗ വി ക്യാൻ ഇൻക്രീസ് ഫുഡ് പ്രൊഡക്ഷൻ ഇൻ അനിമൽസ്. അപ്പൊ നമ്മൾ വിളിക്കുന്നത് അനിമൽ ബ്രീഡിംഗ് ആണല്ലോ. അതിന് മുമ്പ് ബ്രീഡിംഗ് നടന്നത് മറ്റൊന്ന് വേണം. അതിനെ
അനിമൽ ഹസ്ബൻഡറി. അനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ മനുഷ്യൻ അനിമലിന് ഹസ്ബൻഡ് ആവുക എന്നാണ്. ഹസ്ബൻഡ് ആവുക എന്ന് വെച്ചാൽ എന്താണ് ഹസ്ബൻഡ് ആവുക? ഭർത്താവാണ്. അല്ല, ഈ ഹസ്ബൻഡറി അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു വകുപ്പ് സർക്കാരിന് കീഴിലുണ്ട്. കേട്ടിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി. മലയാളം പറ, മൃഗസംരക്ഷണം. അല്ലേ? അതാണ്. അപ്പൊ ഹസ്ബൻഡിന്റെ വാക്കിനർത്ഥം സംരക്ഷകൻ എന്നാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണം എന്ന് അർത്ഥം കൊടുത്തത്. പക്ഷെ നമ്മൾ മലയാളികൾ ഈ ഇംഗ്ലീഷ് വാക്കിനെ മലയാളത്തിൽ കൊണ്ടുവന്നപ്പോൾ സംരക്ഷകൻ തന്നെ അർത്ഥം ഭരിക്കുന്നവൻ എന്നാക്കി മാറ്റി. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ ഭർത്താവ്, സ്ത്രീയെ ഭരിക്കപ്പെടുന്നവൾ, ഭാര്യ. ശരിയായ അർത്ഥമല്ല. സംരക്ഷകൻ എന്നും സംരക്ഷിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിലുമാണ്. സംരക്ഷിത എന്ന അർത്ഥത്തിൽ വേണം വിളിക്കാൻ. നമ്മളാരും വിളിക്കില്ല അല്ലേ? അപ്പോൾ അനിമൽ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ മൃഗസംരക്ഷണമാണ്. മൃഗങ്ങളെ പരിപാലിക്കുന്ന ആദ്യം, പിന്നീട് ഇടകീർക്കുക. അതിനെ നമ്മളൊരു പശുവിനെ കാളെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് വളർത്തിയാലല്ലേ അവയെ തമ്മിൽ ഇടകീർത്താലും എടുക്കാനുള്ളൂ. അപ്പൊ അതിന് ശാസ്ത്രീയമായ ചില നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് അനിമൽ ഹസ്ബൻഡറി? ഇറ്റ്സ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് റേസിംഗ് ആൻഡ് കെയറിംഗ് ഓഫ് അനിമൽ സ്റ്റോക്ക്. This is agriculture practice of raising and caring, അല്ലെങ്കിൽ കെയറിംഗ് ആൻഡ് റേസിംഗ്. അവയെ സംരക്ഷിക്കണം, അവയിൽ നിന്ന് നല്ല ഇണകളെ ചേർത്ത് നല്ല ജന്തുക്കളെ ഉണ്ടാക്കിയേക്കണം. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അനിമൽ ഹസ്ബൻഡറി. ഇറ്റ് ഈസ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് കെയറിംഗ് ആൻഡ് റേസിംഗ് ഓഫ് അനിമൽ സ്റ്റോക്ക്. അനിമൽ സ്റ്റോക്ക് എന്ന് വെച്ചാൽ അർത്ഥം മൃഗസഞ്ചയം എന്നാണ്. സ്റ്റോക്ക് ചെയ്തതാണ് മൃഗങ്ങളുടെ സഞ്ചയം. ഏത് മൃഗമാകാം? പശുക്കൾ, എരുമകൾ, ആട്, കോഴി, ഇങ്ങനെ എന്തും ആകാം. ഒട്ടകം, കുതിര, താറാവ്, മീൻ വളർത്തൽ, അനിമലായിട്ടുള്ള എന്തിനെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന എന്തിനെ നിങ്ങൾ സംരക്ഷിച്ച് വളർത്തുകയും അവയിൽ നല്ലതിനെ തമ്മിൽ ഇടചേർത്ത് അടുത്തത് ഉണ്ടാക്കുകയും ചെയ്യുന്ന മതയുടെ വിളിക്കുന്ന പേരാണ് അനിമൽ ഹസ്ബൻഡറി. അപ്പൊ അനിമൽ ഹസ്ബൻഡറിക്കകത്ത് അനിമൽ ബ്രീഡിംഗ് വരുമോ? വരത്തില്ല. വരും. ശരിയല്ല? അനിമൽ ഹസ്ബൻഡറി കൂടെ എന്ത് വരും? അനിമൽ ബ്രീഡിംഗ് വരും. അപ്പൊ പഠിക്കുക. സോ വാട്ട് ഈസ് അനിമൽ ഹസ്ബൻഡറി? അഗ്രികൾച്ചർ പ്രാക്ടീസ് ഓഫ് ബ്രീഡിംഗ് ആൻഡ് റേസിംഗ് ഓഫ് അനിമൽ സ്റ്റോക്ക്, അല്ലെങ്കിൽ കെയറിംഗ് ആൻഡ് റേസിംഗ് ഓഫ് അനിമൽ സ്റ്റോക്ക്. ബ്രീഡിംഗ്, അവ ഇണർക്കുക, നല്ലതുണ്ടാക്കുക, കെയർ ചെയ്യുക. ഇതാണ് അനിമൽ ഹസ്ബൻഡറി. ഇത് നീട് വൈറ്റൽ സ്കിൽ. നിങ്ങൾ കാര്യം നടക്കൂ. പശുവിനെ വളർത്താൻ എന്തൊക്കെ ശാസ്ത്രം പഠിക്കാൻ ഇവിടെ നമ്മൾ പഠിക്കുന്നത്? ഒരു പശുവിനെ വളർത്തുന്ന ഒരു കർഷകന്റെ കഥയല്ല, ഫാമുകളെ കുറിച്ചാണ്. ആയിരക്കണക്കിന് പശുക്കളെ വളർത്തുന്ന ഫാമുകൾ, ആയിരക്കണക്കിന് ആടുകളെ വളർത്തുന്ന ഫാമുകൾ, ലക്ഷക്കണക്കിന് കോഴികളെ വളർത്തുന്ന ഫാമുകൾ, അങ്ങനെയുള്ളതിനെ കുറിച്ചാണ്. ഒരു പശുവിനെ വളർത്താൻ പ്രത്യേകിച്ച് സയന്റിഫിക് ഒന്നും വേണ്ട, കണ്ടുപഠിച്ചാൽ മതി. എങ്ങനെ വളർത്തുന്നത് അടുത്ത വീട്ടിൽ നമുക്ക് അറിയാം, പഠിക്കാൻ പറ്റും. പക്ഷെ ഒരു ഫാം വളർത്തുന്നത് അറിയാൻ ആയിരക്കണക്കിന് പശുക്കളാണ്. അവിടെ സയന്റിഫിക് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് വേണം. മനസ്സിലായോ? അതാണ് ഈ ചാപ്റ്റർ പഠിക്കും. സോ ഇറ്റ് നീഡ് വൈറ്റൽ സ്കിൽ ഫോർ ഫാമേഴ്സ് ആൻഡ് വിച്ച് ഇറ്റ്സ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. അത് കലയാണ്, ശാസ്ത്രവും. ചുമ്മാ ഒരു 100 പശുവിനെ കൊണ്ടുവന്ന് ഒരു വലിയൊരു ഏരിയ അതിനകത്തിട്ടൊന്ന് വളർത്തിയാലൊന്നും അത് നീണ്ടൊന്നും കിട്ടത്തില്ല. ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി ഇറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെ വേണം? ഇറ്റ് ഇൻക്ലൂഡ് കെയർ ആൻഡ് ബ്രീഡിംഗ് ഓഫ് കാറ്റിൽസ്, ബ്രീഡിംഗ് ഓഫ് അനിമൽസ്. ഏതൊക്കെ മൃഗങ്ങളെയാണ് വളർത്തുന്നത്? അനിമൽ ഹസ്ബൻഡറി ലൈക്ക് ബഫല്ലോ. എന്താണ് ബഫല്ലോസ്? എരുമകൾ, എരുമയും വരും. അത് ഷീ ബഫല്ലോയും ഹീ ബഫല്ലോയും വരും. എന്താണ്? ആണ്, പോത്തും എരുമയും വരും. then cow, then pig, then sheep, then horse, then cattle, then poultry, then fishes, level, camel. So it includes animals, caring and breeding of animals like buffaloes, cow, pig, horse, cattle, sheep, camel, goat. Goat ഒക്കെ ആണൊക്കെ എത്ര പുസ്തകം പറയുന്നുണ്ട്. ഹോഴ്സ്, ഹോഴ്സ് എന്തോ മനുഷ്യൻ, ഹോഴ്സ് ചില രാജ്യക്കാരെ ഭക്ഷണമാക്കാൻ. ഒട്ടകം അറിവിൽ തിന്നാറുണ്ട്, അതിന്റെ വാല് കുടിക്കാറുണ്ട്, ഭക്ഷണമാണ്. പിഗ് പറയേണ്ട കാര്യമില്ല, മത്സ്യം പറയേണ്ട കാര്യമില്ല, പക്ഷികൾ, പൗൾട്രി കോഴി വളർത്തൽ അല്ലെങ്കിൽ താറാവ് വളർത്തൽ, പക്ഷി വളർത്തൽ. അപ്പൊ മനുഷ്യൻ ഭക്ഷണമാകാൻ കഴിയുന്നത് എന്തിനെ വളർത്തിയാലും അതെന്തിൽ വരും? അനിമൽ ബ്രീഡിംഗ് വരും. ഇപ്പൊ നിങ്ങളൊരു പട്ടി എഴുതിയിട്ടില്ലല്ലോ. ശരി, പട്ടി എഴുതുന്ന രാജ്യങ്ങളുണ്ട്, സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷേ പുസ്തകത്തിലില്ല. ലവ് ബേർഡിനെ വളർത്തുന്ന ഇതിനകത്തില്ല. ലവ് ബേർഡിനെ വളർത്തിയാൽ ലവ് കിട്ടുമോ? തിന്നാലോ പോകില്ല. അപ്പൊ
മനുഷ്യന് ഭക്ഷണമായി തീരേണ്ട കാര്യങ്ങളായി വന്നിട്ടുണ്ട്, പട്ടികളായി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, അനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് അനിമൽസ്? ബഫല്ലോ, ഷീപ്പ്, കൗ, പിഗ്, ഹോഴ്സ്, കാറ്റ്, പൗൾട്രി, ഫിഷസ്, ക്യാമൽ, ഗോട്ട് എല്ലാം. ഇതൊന്നുമില്ല. ഇറ്റ് ആൾസോ ഇൻക്ലൂഡ് പൗൾട്രി ഫാമിംഗ് ആൻഡ് ഫിഷറീസ്. അത് ഞാൻ പറഞ്ഞല്ലേ, ഫിഷറീസും വരും, പൗൾട്രി ഫാമിംഗ്. ഫിഷറീസ് എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ മത്സ്യത്തെ പിടിച്ച് ബന്ധിക്കുന്ന പരിപാടി മാത്രമല്ല. ഫിഷറീസ് ഇൻക്ലൂഡ് റെയറിംഗ് ആൻഡ് കാച്ചിങ്, അതായത് വളർത്തുക, അവയെ പിടിക്കുക, പ്രോസസ് ചെയ്യുക, വിൽക്കുക, ഇതെല്ലാം. മത്സ്യബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തെ വളർത്തുക, അതുവരും മത്സ്യത്തെ പിടിച്ചെടുക്കുക. അതിന് ടെക്നോളജി ഉണ്ട്. ചുമ്മാ മത്സ്യത്തിൽ കയറി വന്നതേ വരത്തില്ല, അതിനെ പിടിക്കാനൊക്കെ മെത്തേഡുകളുണ്ട്. എന്തറിയാം, പല പല റിസർച്ചസ് നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദെൻ പ്രോസസിങ്, അതിനെ പ്രോസസ് ചെയ്യണം. ദെൻ സെല്ലിങ്, വിൽക്കുന്നതിനൊരു അല്ലെ. ഇപ്പൊ കൊഞ്ചിനെയൊക്കെ കൊണ്ടുവന്ന് ഞാൻ പൊളിച്ച് അതിനെ വൃത്തിയാക്കി ഐസ് ക്യൂബിനകത്താക്കി അമേരിക്കയിൽ കഴിക്കാൻ. അപ്പൊ അതിനൊക്കെ ചില മെത്തേഡുകളുണ്ട്. എല്ലാം നമ്മൾ ഇത് പഠിക്കും. മനസ്സിലായോ? സോ which are the animals that is included in the animal husbandry? These animals along with the fisheries and poultry farming. ഇതെല്ലാം അതിനകത്ത് വരും. Then fishes. ഏതൊക്കെ ഫിഷസ് ആണ്? നിങ്ങൾ മീൻ എന്ന് പറഞ്ഞാൽ മീൻ മാത്രമല്ല, മത്സ്യം മാത്രമൊന്നുമല്ല ഫിഷറീസിൽ വരുന്നത്. ഞണ്ട് മത്സ്യമാണോ, കൊഞ്ച് മത്സ്യമാണോ, ചിപ്പികൾ മത്സ്യമാണോ, കണവ മത്സ്യമാണോ ഒന്നും അല്ലല്ലോ. പക്ഷെ അതിനകത്ത് ഉൾപ്പെടും. ഇറ്റ് ഇൻക്ലൂഡ് mollusk, crustaceans, etc. etc. അപ്പൊ എന്തിനെ തിന്നാമോ അതിനെ എല്ലാം നമുക്ക് വളർത്താം. അതിനെല്ലാം വളർത്തി നല്ല ഫുഡ് ഉണ്ടാക്കിയെടുത്ത് മനുഷ്യന് ഭക്ഷിക്കുകയാണെങ്കിൽ അതെല്ലാം എന്തിൽ വരും? അനിമൽ ഹസ്ബൻഡറി വരും. എല്ലാ അനിമലും വളർത്തുന്നതും പ്രോസസ് ചെയ്യുന്നതും വിൽക്കുന്നതും എല്ലാം തന്നെ അനിമൽ ഹസ്ബൻഡറി വരും. ഏത് സസ്യങ്ങൾ വളർത്തുന്നതെല്ലാം തന്നെ പ്ലാന്റ് ബ്രീഡിംഗിൽ വരികയും ചെയ്യും. അപ്പോൾ ആദ്യം അനിമൽ ഹസ്ബൻഡറി വരും. ഇനി ഒരു പോയിന്റ് പറയുന്നത്, ഇത് ഓർത്തോണേ, ലോകത്തുള്ള കന്നുകാലികളുടെ 70% ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ്. ഇതെന്താ പോയിന്റാണ്? 70% of cattle population in the world is in India and China. ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് ലോകത്തുള്ള കന്നുകാലിയുടെ 70% ജീവിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ പറയും, പാൽപാദത്തിന്റെ 70% ചൈനയിലും ഇന്ത്യയിലായിരിക്കുമല്ലോ. അങ്ങനെയല്ലേ എന്റെ സ്വാഭാവികം അല്ലേ? ഇപ്പോ ലോകത്തുള്ള കൃഷിയുടെ 70% നെല്ലും കേരളത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുണ്ടാകുന്ന നെല്ലിന്റെ ഉത്പാദനത്തിൽ 70% കേരളത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ തെറ്റ്. ഇവിടെ 70% കന്നുകാലി ഇന്ത്യയിലും ചൈനയിലും ഉണ്ടെങ്കിൽ പാലുൽപാദനം 25% ഉള്ളൂ. കാര്യം മനസ്സിലായല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. എന്ത്? പശു കൊണ്ട് 2 ലിറ്റർ പാല്, മെക്സിക്കോയിൽ പശു കൊണ്ട് 35 ലിറ്റർ പാല്. അപ്പൊ മെക്സിക്കോയിൽ ഒരു പശുവിനെ വളർത്തിയാൽ കിട്ടുന്ന 35 ലിറ്റർ പാല് വേണമെങ്കിൽ ഇവിടെ നമ്മൾ 17 പശുവിനെ വളർത്തണം. എന്തായാലും അപ്പൊ ഇവിടെ പശുവിന് എണ്ണം കൂടുതൽ, പാലുൽപാദനം കുറവ്. അവിടെ പശുവിന് എണ്ണം കുറവ്, പാലുൽപാദനം കൂടുതൽ. കാരണം യൂണിറ്റ് പ്രൊഡക്ടിവിറ്റി ഈസ് ലെസ്. ഇന്ത്യയിലെ അവസ്ഥ എന്താണ്? പ്രൊഡക്ടിവിറ്റി ഓഫ് മിൽക്ക് പെർ യൂണിറ്റ് ഇൻ ഇന്ത്യ ഈസ് വെരി ലെസ്. ഇന്ത്യ ആൻഡ് ചൈന. ഇത് ഓർത്ത് വെച്ചാൽ മതി. 10% ചോദിക്കത്തുള്ളൂ. ഈ കണക്ക് 70-25 മാച്ച് ഏതാ കിടക്കുന്നത്? 23. ഞാൻ പറഞ്ഞു വന്നത് 70% of cattle population in the world is in India and China, but productivity of milk is 25%. It shows that unit productivity is very low. So we have to adopt a scientific method. മെക്സിക്കോയിൽ ഒരു പശുവിനെ വളർത്തുന്ന ചെലവുണ്ട്. അവിടെ 35 ലിറ്റർ പാലുണ്ടാക്കുന്നു. ഇവിടെ 17 പശുവിനെ വളർത്തിയിട്ടാണ്, നാടൻ പശുവിനെ വളർത്തിയാലേ നമുക്ക് 35 പാല് കിട്ടും. അപ്പൊ ചെലവ് കൂടുതലും വരുമാനം കുറവായിരിക്കും. മനസ്സിലായില്ല? അപ്പൊ നമ്മൾ പുതിയ പുതിയ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ട് മെക്സിക്കോയിലെ പശുവിന്റെ പാൽപാദന ശേഷിയുള്ള പശുക്കൾ ഇവിടെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെലവ് കുറച്ചിരിക്കുകയും കൂടുതൽ പാല് കിട്ടുകയും ചെയ്യും. അതാണ് മെത്തേഡ്. സോ വി ഹാവ് ടു അഡോപ്റ്റ് മോർ മെത്തേഡ്സ്, ന്യൂ മെത്തേഡ്സ് ഫോർ ദ ഇൻക്രീസ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. മനസ്സിലായില്ല? നമ്മൾ ആദ്യം അതിനെ കുറിച്ച് പഠിക്കുന്നത് ഒന്നാണ് മാനേജ്മെന്റ് ഓഫ് ഫാം ആൻഡ് ഫാം അനിമൽസ്. അതിനെ കുറിച്ച് ആദ്യം പഠിക്കും.